സ്കൂളുകളിലെ സൂംബ ഡാൻസ് നടപ്പാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് തള്ളി സർക്കാർ. എതിർപ്പുകൾ ലഹരിയേക്കാൾ വിഷമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി പറഞ്ഞതാണ് കൂടുതൽ വർഗീയമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ തിരിച്ചടിച്ചു. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയവാദികൾക്ക് ഇന്ധനം നൽകുന്ന തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് VD സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സൂംബ വിവാദത്തിൽ MSF നിലപാട് ഏറ്റുപിടിക്കാൻ KSU തയ്യാറായില്ല. സ്കൂളുകളിൽ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നതിനെതിരെ സമസ്തയും വിസ്ഡവും എതിർപ്പുമായി രംഗത്തെത്തിയതോടെയാണ് പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. അല്പവസ്ത്രം ധരിച്ച് മേനിയഴക് പ്രകടിപ്പിക്കാനാണ് സൂംബ പരിശീലനമെന്നാണ് സമസ്ത ഉയർത്തിയ ആക്ഷേപം. ഇതിനാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കണിശമായ ഭാഷയിൽ മറുപടി നൽകിയത്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുമെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. വിദ്യാർത്ഥികൾ യൂണിഫോമിലാണ് പരിശീലനം നടത്തുന്നത്. കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇസ്ലാം മതത്തിന്റെ കുപ്പായമണിഞ്ഞ തനി യാഥാസ്ഥിതികരായ ചില പണ്ഡിതരാണ് എതിർപ്പുമായി വരുന്നതെന്നും ആ അല്പന്മാരുടെ സമ്മർദ്ദത്തിന് സർക്കാർ വിധേയരാകരുതെന്നും സ്പീക്കർ AN ഷംസീർ കടുത്ത നിലപാടെടുത്തു. എതിർപ്പുകൾ ലഹരിയേക്കാൾ വിഷമാണെന്ന മന്ത്രിയുടെ പ്രസ്താവനയോട് രോഷത്തോടെയാണ് സമസ്ത പ്രതികരിച്ചത്. മന്ത്രി പറഞ്ഞത് മുസ്ലിം സംഘടനകളോടുള്ള പൊതുസമൂഹ ആഖ്യാനമാണെന്നും ഇതാണ് കൂടുതൽ വർഗീയമെന്നും SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ തുറന്നടിച്ചു. ഇല്ലാത്തൊരു വർഗീയതയെ വിളിച്ചുണർത്തി അച്ഛൻ പത്തായത്ത് പോലും ഇല്ലട്ടോ എന്ന് പറഞ്ഞല്ലോ, ആ ശൈലിയിൽ വിളിച്ചുണർത്തി അത് അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവും ആ മന്ത്രിയുടെ പ്രസ്താവന. സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല, വർഗീയമായിട്ടല്ല. ഇവിടെ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറയാൻ അവകാശമില്ലെങ്കിൽ അത് പിന്നെ എന്ത് ജനാധിപത്യമാണ്? ഇസ്ലാമിക ശരീഅത്തിനെതിരായ രീതികളെ ശക്തമായി എതിർക്കുമെന്ന് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി MD അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംവിധാനമാണല്ലോ. അതുകൊണ്ടിട്ട് ഇസ്ലാം ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എതിർക്കും. ഇസ്ലാമിനെതിരില്ലാത്ത രീതിയിലാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധിച്ച് CPIM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തി. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകിയും മനസ്സിലാക്കിയും വളരുമ്പോഴേ പുരോഗമനം ഉണ്ടാകുമെന്ന് MA ബേബി പറഞ്ഞു. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പോൾ അത്തരം ഒരു കാലത്ത് ഈ സൂംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ്, പാടില്ല എന്നെല്ലാം ഉള്ളത് വലിയ വിദണ്ഡവാദമാണ്. അവര് ആത്മപരിശോധന നടത്തണം. വിവാദമുണ്ടാക്കുന്നവർക്ക് മാനസിക അല്പത്തരമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇതൊന്നും ഒരു ആധുനിക സമൂഹത്തിൽ വെക്കാൻ പറ്റിയ വാദങ്ങളല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങനെ പറഞ്ഞത് നല്ലത് തന്നെ. സൂംബ ഡാൻസ് അടിച്ചേൽപ്പിക്കരുതെന്ന മൃദു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയുടെ കാലത്ത് അതിനൊന്നും ഇന്ധനം പകർന്നു കൊടുക്കരുതെന്നും സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം. അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട. ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തികൾ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. അപ്പം ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന നിലപാട് BJPക്കില്ലെന്ന് സന്ദീപ് വചസ്പതി. ഇത് 14-ാം നൂറ്റാണ്ടിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തെ നടത്താനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും കേരളം സഞ്ചരിക്കേണ്ടത് പിന്നോട്ടേക്കല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരുന്നാൽ, ഒരുമിച്ച് സഹകരിച്ചാൽ ഈ
ആകാശം ഇടിഞ്ഞു വീഴുമെന്ന നിലപാടൊന്നും എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. മുസ്ലിം സംഘടനകളും സർക്കാരും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതോടെ സൂംബ വിവാദം ഇനിയും കത്തിപ്പടരുമെന്ന് ഉറപ്പാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.